പാലക്കുന്നിൽ വാഹനമിടിച്ച് പരിക്കേറ്റ തെരുവ് നായക്ക് ചികിത്സയും സംരക്ഷണവും നൽകി സുമനസുകൾ. റോഡരികിൽ മണിക്കൂറുകളോളം ചലിക്കാൻ പോലുമാകാതെ കിടന്നിരുന്ന നായക്കാണ് ഇവർ കനിവിന്റെ കരുതലേക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. പാലക്കുന്ന് പള്ളത്തെ ഉദുമ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിന് സമീപത്ത് വെച്ചാണ് തെരുവ് നായയെ അജ്ഞാത വാഹനമിടിച്ചത്. സാരമായി പരിക്കേറ്റ് ഒന്ന് ചലിക്കാൻ പോലുമാകാതെ റോഡരികിൽ കിടന്നിരുന്ന നായയുടെ ദയനീയ കാഴ്ച അധികം വൈകാതെ തന്നെ പലരും കണ്ടിരുന്നുവെങ്കിലും അവരെല്ലാം അനുകമ്പ വാക്കിൽ മാത്രം ഒതുക്കി ഇതിനെ അവഗണിക്കുകയായിരുന്നു. ഒടുവിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ട പഞ്ചായത്ത് അംഗം ചന്ദ്രൻ നാലാംവാതുക്കലാണ് കടുത്ത വേദനയിൽ കഴിഞ്ഞിരുന്ന നായക്ക് അതിൽ നിന്നുള്ള മോചനത്തിനും സംരക്ഷണത്തിനുമുള്ള വഴിയൊരുക്കിയത്. കരീം നാലാംവാതുക്കൽ, അനീസ് എന്നീ പഞ്ചായത്ത് അംഗങ്ങളും ഒപ്പമുണ്ടായിരുന്നു. സഹാനുഭൂതിയോടെയുള്ള ഇവരുടെ ഈ പ്രവർത്തനം കണ്ടതോടെ സമാന മനസ്കരായ കെ വി പ്രദീപ്, രാഘവൻ തെക്കേക്കര എന്നീ ഓട്ടോറിക്ഷ തൊഴിലാളികളും സഹായങ്ങളുമായി കൂടെ കൂടി. നോക്കുമ്പോൾ അത് ചത്തിട്ടില്ല, ഇങ്ങനെ ജീവ് വലിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മൃഗ ഡോക്ടറെ അറിയിച്ചു. അവിടുന്ന് ആൾ വന്ന് അതിന് 2 ഇഞ്ചക്ഷനൊക്കെ വെച്ചു. ഇപ്പോൾ ലേശം അനക്കമുണ്ട്. എന്തായാലും അത് ചായയിലാണെന്നാണ് തോന്നുന്നത്. CL വ്യത്യസ്ത കുറച്ച് ആശ്വാസമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും അത് രക്ഷപ്പെടുന്നതാണ് വിശ്വാസം. ഇതിന് മുമ്പ് ഇതേമാതിരി ഇരുമ ടൗണിൽ നിന്ന് നായി ആക്സിഡൻ്റ് ആയി വണ്ടി മുട്ടിയിട്ട് പിന്നെ ഇവിടെ പാലക്കുന്നിൽ ഇപ്പുറം ആരോ കൊണ്ടാക്കി ഓട്ടോറിക്ഷയിൽ. അപ്പോൾ ഞാൻ എൻ്റെ വാർഡായിരുന്നു അപ്പോൾ പാലക്കുന്ന്. ഞാൻ നോക്കുമ്പോഴേക്ക് നായി സ്റ്റാൻഡിൽ വീട്ട് ഇങ്ങനെ ശ്വാസം വലിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരാളെ കൂട്ടിയിട്ട് പിന്നെ അതിനെ എടുത്തിട്ട് അവിടെ ഒരു താമസമില്ലാതെ ഒരു സ്ഥലത്ത് വീട് കൊണ്ടാക്കി. അതിന് ശേഷം പിന്നെ ഡോക്ടറെല്ലാം വന്ന് സൂചിയെല്ലാം വ്യത്യസ്തം പിറ്റേന്ന് അത് എണിച്ച് പോയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതേമാതിരി ഈ നായും മരിക്കില്ല, ജീവിക്കുക എന്നാണ് എൻ്റെ വിശ്വാസം. റോഡരികിൽ നിന്നും നായയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റിക്കിടത്തിയ ഇവർ നാലാംവാതുക്കലിലെ വെറ്റിനറി ആശുപത്രിയിൽ നിന്നും റസിയ, ശ്രീശുഭ എന്നീ ജീവനക്കാരെ വിളിച്ചു വരുത്തി പ്രാഥമിക ശുശ്രൂഷയും ലഭ്യമാക്കി. ന്യൂസ് ബ്യൂറോ, ഉദുമ.